നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ നമ്മുടെ കൂട്ടുകാരോട് പറയാറുള്ള ഒരു കാര്യമാണ്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന പാരിപ്പണിക്ക് പോകുന്ന വള്ളക്കാരുടെ മീനുകളുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞത്തെ കരോള്, അതുപോലെ ടിനോ, അവർ ഫ്രെഡി, അങ്ങനെ 2-3 ആൾക്കാർ ഒരു വള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. അപ്പോൾ ഇതേ ഐറ്റം മീനുകൾ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ 12 മണിക്ക് ശേഷം വരുന്നത്. അപ്പോൾ ആദ്യം കരോളെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പയ്യൻ കാണിച്ചു തന്നതെന്ന് പറഞ്ഞാൽ GPS ആണ് കേട്ടോ. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഏകദേശം ഒരു 10-20 വർഷമൊക്കെ ആയി കാണുമായിരിക്കും എൻ്റെ ഊഹത്തിൽ GPS എന്നുള്ള ആ ഒരു സംവിധാനം വള്ളക്കാരുടെ കയ്യിലെത്തിയിട്ട്. ഇപ്പോൾ ഈ GPS എന്നുള്ള ഈ ഒരു ഉപകരണത്തിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഇവരൊരു പൊസിഷനിൽ പോയി മീൻ പിടിച്ചു കഴിഞ്ഞാൽ നാളെ അതേ പൊസിഷനിൽ പോയി മീൻ പിടിക്കണമെങ്കിൽ ഇവർക്ക് ഇതിൽ 0 പോയിൻ്റ് ടൈപ്പ് ചെയ്ത് വയ്ക്കും. കരയിൽ വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു 50-60 കിലോമീറ്റർ ദൂരം കാണിക്കുമായിരിക്കും. അപ്പോൾ നാളെ ഇതേ സ്ഥലത്ത് വരണമെങ്കിൽ കരയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ടൈപ്പ് ചെയ്ത് വെച്ച 60 കിലോമീറ്റർ അവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് ഓടും തോറും പോയിൻ്റ് മാറി 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 എവിടെയാണോ 0 പോയിൻ്റ് വരുന്നത് അതാണ് അവർ ഇന്നലെ മീൻ പിടിച്ച സ്ഥലം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് GPS എന്ന് പറയുന്നത്. അതുപോലെ കരയ്ക്ക് വരാനും ആ ദിശകൾ കാണിക്കാനും ഈ GPS എന്നുള്ളൊരു സംവിധാനം ഉപയോഗമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയങ്ങളിലും പണ്ടുകാലത്തെ മത്സ്യത്തൊഴിലാളികൾ ഉള്ളിലൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് കരയ്ക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് അവർ ഒരു ദിവസം പോയ അതേ സ്ഥലത്ത് തന്നെ ഈ GPS ഇല്ലാത്ത കാലത്ത് അവർ പോയി 0 പോയിൻറ്റിൽ പോയി മീൻ പിടിക്കുന്ന അത്രയും വിദഗ്ധരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പാരിപ്പണിയാണ് കേട്ടോ, മട്ടുപ്പണിയല്ല, പാരിപ്പണിയാണ്. മട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂലിൽ തന്നെ ഏകദേശം 1000-1500 ചൂണ്ടയൊക്കെ നിരനിരയായിട്ട് വച്ച് പോകുന്നതിനാണ് ആ മട്ടുപ്പണി എന്ന് പറയുന്നത്. പക്ഷേ ഇത് പാരിപ്പണിയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. മീനിൻ്റെ ആ ഒരു താമസിക്കുന്ന ഒരു ഏരിയനാണ് പാരെന്ന് പറയുന്നതെന്ന് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം അറിയാം. അപ്പോൾ അവിടെ ഇവർ കുട്ടിച്ചൂര ഇവർ അതിനെ കീറി ആ ചൂണ്ടയിലാക്കി ഇവർ ആ പാര് സൈഡിൽ വിട്ടിട്ട് ഇവർ പിടിക്കുന്ന മീനാണ് കറുത്ത കലവയും, പല്ലംപോള, ഇമ്പൂരം, മായക്കാപ്പണി ചെയ്ത് ഇമ്പൂരം പിടിക്കുന്നുണ്ട്. അതുപോലെ ചൂണ്ടയിൽ തന്നെയാണ് നമ്മുടെ കൊടുവ മീൻ പിടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മീനുകളാണ് ഇപ്പോൾ പൊതുവായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തൊക്കെ കൂടുതലായിട്ടും 12 മണിക്ക് ശേഷം വരുന്നത്. അതുപോലെ മട്ടിനുള്ള മീനുകളാണ് നമ്മുടെ തമ്പാൻ മീനും കലവ മീൻ, അതുപോലെ പല്ലംപോള, അങ്ങനത്തെ മീനൊക്കെ വരുന്നത് മട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഇവർ പാരിപ്പണിക്ക് ഉപയോഗിക്കുന്നത് 100 നമ്പർ റോളോ അതുപോലെ 110-ൻ്റെയൊക്കെ റോളായിരിക്കും. ചൂണ്ട വന്നിട്ട് 10 അതുപോലെ 8 നമ്പർ ചൂണ്ടയൊക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ ഒരു വെയിറ്റും ഉണ്ട് കേട്ടോ, 1 kg വെയിറ്റ് വരുന്ന ഇരുമ്പുമുണ്ട്. അപ്പോൾ 1-2 ചൂണ്ടയായിരിക്കും കേട്ടോ. അതിൽ കുട്ടിച്ചൂര മീൻ കീറിയാണ് ഇവർ പാര് സൈഡിലോട്ട് എറിഞ്ഞ് കലവ മീൻ, അതുപോലെ കൊടുവ, പല്ലംപോള, അങ്ങനത്തെ മീനൊക്കെയാണ് ഇവർ പിടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്ത വീഡിയോ ഒന്നല്ല, അവരെടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ തന്നതാണ്. ചേട്ടാ നമ്മുടെ ചാനലിടണം, ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് പല്ലംപോളയാണ് കേട്ടോ, മഞ്ഞ കളറിൽ കാണുന്നത് പല്ലംപോളയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മീനുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ മീനുകളാണ് ഇപ്പോൾ പൊതുവായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് 12 മണിക്ക് ശേഷം വരുന്നത്. ആവശ്യമുള്ള കൂട്ടുകാർ നേരെ വിഴിഞ്ഞത്തേക്ക് വരുക തിങ്കളാഴ്ച. ഓക്കെ.